ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ന്യൂഡൽഹിയിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ബംഗളൂരുവിൽ IPL വിജയാഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 11ആയി. സംഭവത്തിൽ മജിസ്റ്റീരിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. ആധാർ ഉപയോഗിച്ച് തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം. രാജ്യത്ത് അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് 2027 നടത്തുമെന്ന കേന്ദ്ര സർക്കാർ. ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും ഇതോടൊപ്പം നടക്കും. കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരാഴ്ച കൂടി മഴ തുടരും. സിക്കിമിൽ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ ഊർജിത ശ്രമം. വാർത്തകൾ വിശദമായി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ ചെറുക്കുക, അവസാനിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ദിനാചരണത്തിന് ആഗോളതലത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയയാണ്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിലെ ഭഗവാൻ മഹാവീർ വനസ്ഥാലി പാർക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് നേതൃത്വം നൽകും. ഏക് പേഡ് മാ കെ നാം സംരംഭത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആൽമരത്തൈ നടും. 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതിയുടെ ഭാഗമായാണിത്. ഡൽഹി സർക്കാരിന്റെ സുസ്ഥിര ഗതാഗത പദ്ധതിയുടെ ഭാഗമായി 200 ഇലക്ട്രിക് ബസ്സുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജ്യത്തെ 2 തണ്ണീർത്തടങ്ങൾ കൂടി റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ടു. ഇതോടെ റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളുടെ എണ്ണം 91ആയി. രാജസ്ഥാനിലെ ഫലോദി ജില്ലയിലെ ഖീച്ചർ, ഉദയ്പൂരിലെ മേനാർ എന്നിവയാണ് പുതുതായി പട്ടികയിൽ ഉൾപ്പെട്ട ഇടങ്ങൾ. പരിസ്ഥിതി സംരക്ഷണത്തിലെ ഇന്ത്യയുടെ നിരന്തര പ്രയത്നങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. കേരളത്തിൽ പരിസ്ഥിതി ദിനാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് നിർവഹിക്കും. രാജ്ഭവനിൽ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് ഉദ്ഘാടനം. ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ക്ലിഫ് ഹൌസിൽ നിർവഹിക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ 2025 സംസ്ഥാന പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി ഇന്ന് വിതരണം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭാഗത്തിൽ ഗുരുവായൂർ നഗരസഭയ്ക്കാണ് പുരസ്കാരം. പരിസ്ഥിതി ദിനാചരണത്തെക്കുറിച്ച് കോട്ടയം വൈൽഡ് ലൈഫ് സർക്കിൾ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ള ആകാശവാണി വാർത്തകളോട്. പ്ലാസ്റ്റിക് എന്ന ഉപകാരിയായ ഉപദ്രവകാരിയെ നമുക്ക് ജീവിതത്തിൽ നിന്നും തീർത്തും ഒഴിവാക്കാനാവില്ല. എന്നാൽ ഒറ്റത്തവണ മാത്രം ഉപയോഗയോഗ്യമായ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഒഴിവാക്കാൻ എളുപ്പം സാധിക്കുന്നതാണ്. വലിച്ചെറിയുന്ന ഓരോ മാലിന്യവും നമ്മുടെയും വരും തലമുറയുടെയും ജീവജലത്തെയും വായുവിനെയും ഭക്ഷണത്തെയും ബാധിക്കുമെന്ന് നാം അറിയേണ്ടതുണ്ട്. കടകളിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഒരു സഞ്ചി കരുതുന്നതും യാത്രയിൽ സ്വന്തമായി ഒരു കുപ്പി വെള്ളം കരുതുന്നതുമൊക്കെ ഭൂമിയെയും നമ്മളെയും കരുതുന്നതായി മാറും. പാലക്കാട് ജില്ലയിലെ ഉപരിതല ജലലഭ്യതയും ഭൂജല വിതാനവും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ജലസംരക്ഷണ പദ്ധതി നീർധാരയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. സുസ്ഥിര തൃത്താല പദ്ധതിയുടെ മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് ജില്ലയിലാകെ നീർധാര പദ്ധതി നടപ്പിലാക്കുന്നത്. വരുന്ന 2 വർഷത്തിനുള്ളിൽ ജില്ലയിലെ ഉപരിതല ജലലഭ്യതയിലും ഭൂജല വിതാനത്തിലും കാര്യമായ മുന്നേറ്റം സാധ്യമാകും വിധമാണ് പദ്ധതി നടപ്പാക്കുക. ജില്ലയിൽ നടപ്പാക്കുന്ന ഒരു തൈ നടാം പനപർവം പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥികൾ ശേഖരിച്ച കരിമ്പനങ്ങളുടെ വിത്ത് മന്ത്രി K കൃഷ്ണൻകുട്ടിക്ക് കൈമാറിയാണ് പദ്ധതിക്ക് തുടക്കം കുറിക്കുക. ബംഗളൂരുവിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ IPL വിജയാഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും 11 പേർ മരിക്കാനിടയായ സംഭവത്തിൽ മജിസ്റ്റീരിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. ബംഗളൂരു അർബൻ ഡെപ്യൂട്ടി കമ്മീഷണറും ജില്ലാ മജിസ്ട്രേറ്റുമായ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ G ജഗദീഷയെ അന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിച്ചു. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കർണാടക സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അപകടത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ആയിരക്കണക്കിന് ആരാധകർ വിവിധ ഗേറ്റുകളിലൂടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതാണ് തിക്കിനും തിരക്കിനും ഇടയാക്കിയത്. സുരക്ഷാ കാരണങ്ങളാൽ ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്കുള്ള വിജയാഘോഷ പരേഡിന് കർണാടക സർക്കാർ നേരത്തെ അനുമതി നിഷേധിച്ചിരുന്നു.
രാജ്യത്ത് അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് 2027 നടത്തുമെന്ന് കേന്ദ്ര സർക്കാർ. 2 ഘട്ടങ്ങളിലായി നടത്തുന്ന കണക്കെടുപ്പിൽ ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും നടത്തും. 2027 മാർച്ച് 1 മുതലാണ് കണക്കെടുപ്പെങ്കിലും ജമ്മുകശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ അതിശൈത്യ മേഖലകളിൽ 2026 ഒക്ടോബർ 1 തന്നെ ഇത് ആരംഭിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തത്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ആധാർ ഉപയോഗിക്കുന്നത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. അവശ്യ സന്ദർഭങ്ങളിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് ഇത് സഹായകമാകുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ജമ്മു കശ്മീർ സന്ദർശിക്കും. 46,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഖത്രയിൽ 350 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിക്കുന്ന ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന്റെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ഊർജിതമാക്കി സ്ഥാനാർത്ഥികൾ. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. കഴിഞ്ഞ ദിവസം നടന്ന പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ 7 പത്രികകൾ തള്ളിയ ശേഷം 18 പത്രികകളാണ് സ്വീകരിച്ചത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവറും മത്സരരംഗത്തുണ്ട്. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. കാർഷിക മേഖലയിലെ വിദഗ്ധർ കർഷകരുമായി സംവദിക്കുന്ന വികസിത കൃഷി സങ്കൽപ് അഭിയാൻ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ബാലുശ്ശേരി ബ്ലോക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനവും കൃഷി വിജ്ഞാന കേന്ദ്രവും സംയുക്തമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കും. അടുത്ത ഒരാഴ്ച വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മു കശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അസമിൽ വെള്ളപ്പൊക്ക സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. 21 ജില്ലകളിലായി 6 ലക്ഷത്തിലധികം ആളുകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. നാഗാലാൻഡിൽ കൊഹിമ ജില്ലയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കൊഹിമയ്ക്കും മണിപ്പൂരിനും ഇടയിലുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. സിക്കിമിലെ ലാച്ചൻ മേഖലയിൽ റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ലാച്ചനിൽ കുടുങ്ങിയ 109 യാത്രക്കാർ ഛാത്തനിലെത്തി. ഇവരെ ഇന്ന് എയർലിഫ്റ്റ് ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അടുത്ത മാസം 21-ന് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഓഗസ്റ്റ് 12 വരെ സമ്മേളനം തുടരും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിലനിൽക്കെയാണ് തീരുമാനം. मानसून सेशन का तिथि हमने तय किया है. हम राष्ट्रपति जी को प्रपोजल भेजेंगे समन करने के लिए. 21 जुलाई से 12 अगस्त तक मानसून सेशन को चलाने का हमने डेट तय किया है. അന്താരാഷ്ട്ര യോഗ ദിനാഘോഷത്തിനുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുഷ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യോഗ സംഗമത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലുടനീളമുള്ള 30,000-ലധികം സംഘടനകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു. ഈ മാസം 21-നാണ് അന്താരാഷ്ട്ര യോഗ ദിനം. ഗംഗാ ദസറയുടെ ഭാഗമായി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ശ്രീരാമ മന്ദിർ തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ് എന്നിവർ പങ്കെടുക്കും. ഹജ്ജ് കർമ്മത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ അറഫ സംഗമത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. അതേസമയം കേരളത്തിൽ ബലിപെരുന്നാൾ ഈ മാസം 7-നായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ നേരത്തെ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി നിയോഗിച്ച 5 സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ ദൌത്യം പൂർത്തിയാക്കി തിരിച്ചെത്തി. ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായും US കോൺഗ്രസിലെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ മാനദണ്ഡങ്ങൾ സംബന്ധിച്ച ഉടമ്പടിയും രാജ്യത്തെ വ്യോമയാന ചട്ടങ്ങളും പൂർണ്ണമായി പാലിക്കണമെന്ന് തുർക്കി എയർലൈൻസിന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. DGCAയുടെ പരിശോധനകളിൽ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി, അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യൽ, ഗ്രൌണ്ട് ഹാൻഡ്ലിംഗ് കരാർ എന്നിവയിൽ വീഴ്ച കണ്ടെത്തിയതിനെ തുടർന്നാണ് നിർദ്ദേശം. അന്താരാഷ്ട്ര ദേശീയ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞ മാസം 29 മുതൽ ഈ മാസം 2 വരെ ഡൽഹി, ഹൈദരാബാദ്, ചെന്നൈ, ബംഗളൂരു എന്നിവിടങ്ങളിലാണ് പരിശോധനകൾ നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ന്യൂഡൽഹിയിൽ വൃക്ഷത്തൈ നടീൽ പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. ബംഗളൂരുവിൽ IPL വിജയാഘോഷങ്ങൾക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 11ആയി. സംഭവത്തിൽ മജിസ്റ്റീരിയൽ തല അന്വേഷണം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. ആധാർ ഉപയോഗിച്ച് തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ മന്ത്രാലയം.
രാജ്യത്ത് അടുത്ത ജനസംഖ്യാ കണക്കെടുപ്പ് 2027 നടക്കുമെന്ന കേന്ദ്ര സർക്കാർ. ജാതി തിരിച്ചുള്ള കണക്കെടുപ്പും ഇതോടൊപ്പം നടക്കും. കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരാഴ്ച കൂടി മഴ തുടരും. സിക്കിമിൽ വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ ഊർജിത ശ്രമം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.